സമാന്തരത്തിന്റെ വരാനുള്ള ഒരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലനായിട്ട് വഴക്കുണ്ടാക്കണ് ആര്യൻ ഒരുപാട് വിഷമത്തോടെ അച്ഛൻ മനസ്സിൽ ദൈവത്തിന് സ്ഥാനമാണ് ആര്യൻ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ആര്യന് അപ്പോഴത്തെ വിഷമം പിന്നീട് ഇനിയൊന്നും ചോദിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും തന്നെയാണ് ആര്യൻ അങ്ങനെ പൊട്ടിത്തെറിക്കിനൊക്കെ ഉണ്ട് ബാലനോട്. എൻ്റെ കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചുകൊണ്ട് അവരുടെ പണമല്ലേ നിങ്ങളുടെ ആരെയും പണമല്ലല്ലോ എന്നൊക്കെ, നിങ്ങളുടെ പണം എടുത്താലല്ലേ നിങ്ങൾക്ക് വിഷമമുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും നമ്മുടെ മിത്രയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ട്. കാരണം മിത്രയ്ക്ക് അറിയാം ഈ സംഭവം ഈ കുറ്റം മിത്രയുടെ തലയിലാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആര്യൻ അത് ഏറ്റെടുത്തതെന്നൊക്കെ മനസ്സിലായി മിത്ര. അതുകൊണ്ട് തന്നെ മിത്ര ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉരുകാണ്. എങ്ങനെയെങ്കിലും ആര്യനെ കണ്ടൊന്ന് നന്ദി പറയണം എന്നിങ്ങനെ ആലോചിച്ച് വിഷമിച്ച് നിൽക്കുന്നൊരു ഭാഗമൊക്കെ ഉണ്ട്. എന്തായാലും അതിനുശേഷം പിന്നീട് ആര്യൻ റൂമിൽ ചെന്ന് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുക സമയത്ത് അമ്മ ചെന്നിട്ട് മോനെ നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞത് അച്ഛനോട്, നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുതായിരുന്നു, ഞാൻ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചത്, ഈ അമ്മയ്ക്ക് വേണ്ടിയല്ല എൻ്റെ മോൻ കള്ളനായതും ഇപ്പം എൻ്റെ മോൻ്റെ ഭാവിയും ഞാൻ കളഞ്ഞു. അപ്പം ഇതൊക്കെ മിത്ര കേട്ട് നിൽക്കുന്നുണ്ട് ബാക്കിൽ. അമ്മ അതൊന്നും സാരില്ല, അച്ഛനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ അച്ഛനോട് ഞാൻ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ പിന്നീട് അച്ഛൻ ഈ സ്വർണത്തിനെ കുറിച്ചൊക്കെ ചോദിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എന്തായാലും അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ നടന്നില്ലേ, അവളുടെ ജീവിതം സുരക്ഷിതമായില്ലേ, എൻ്റെ ജീവിതം എന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ മോനെ നീ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ ആ അമ്മ പൊട്ടിക്കരയിന് ചെയ്യുന്നത് ഗോമതി ആര്യൻ്റെ മുന്നിൽ. പക്ഷെ ആര്യൻ പറയും എനിക്ക് കുറച്ച് നേരം തനിച്ചിരിക്കണം, ദൈവത്തെ ഓർത്ത് അമ്മയോട് നിന്ന് പോകാൻ പറയും. പിന്നീട് അങ്ങനെ പോകാൻ നിൽക്കണില്ല. അപ്പം ആ സമയത്ത് തന്നെ പെട്ടെന്ന് ആര്യൻ ഇറങ്ങിപ്പോകണ്. ആര്യൻ ഇറങ്ങിപ്പോകുമ്പോൾ മിത്ര റൂമിൻ്റെ വാതിക്കൽ വന്ന് നിൽക്കുന്നുണ്ടാവും. മിത്രനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാണ്ട് തന്നെ പുറത്ത് പോയി ചെന്ന് നിൽക്കും. കൂട്ടുകാരന്മാരൊക്കെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്ന ഓരോന്ന് ചോദിക്കാൻ, അത് മിത്രനെ ആയതുകൊണ്ട്. പക്ഷെ എല്ലാവരോടും പൊട്ടിത്തെറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഫോൺ എടുക്കണില്ല. പിന്നെ പിന്നാലെ മിത്ര വരുന്നുണ്ട്. മിത്ര വന്നിട്ട് ആര്യനോട് സോറി പറയുന്നു. സോറി എന്ന് പറയും. എന്തിനുണ്ട് എനിക്ക് നിന്റെ സോറി എന്ന് ചോദിക്കും. ആ സ്വർണ്ണമൊക്കെ എടുത്തത് ഞാനൊന്ന് ഞാൻ മാമനോട് പറഞ്ഞോളാം, ഞാൻ പറയാൻ പോയതല്ലേ, അപ്പോഴത്തേന് നീ മാറ്റി പറഞ്ഞിട്ടല്ലേ, ഞാൻ പറയാം അത് എൻ്റെ തെറ്റുകൊണ്ട് പറ്റിപ്പോയാണ്, സംഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ മാമനോട് പറയാന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ പറയണത്, ഞാൻ 1000 തവണ പറഞ്ഞതല്ലേ, അവൻ റൗഡീന്, അവൻ പൊട്ടേന്, അവനെ വിശ്വസിക്കാൻ പറ്റില്ല, അവൻ ഒരുപാട് പെണ്ണുങ്ങളായിട്ട് ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീ അന്ന് പുച്ഛിച്ച് തള്ളി. നീ എന്താന്ന് പറഞ്ഞത്, നീ നിന്റെ കാര്യം അന്വേഷിച്ചാൽ മതി എന്നല്ലേ. ഇപ്പം എൻ്റെ ജീവിതം നീ എല്ലാം നശിപ്പിച്ചെന്ന് വെച്ച് നിന്നെ എൻ്റെ കൺമുന്നിൽ പോലും കണ്ടുപോകരുത്, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം, എനിക്ക് അത്രയും നിന്നോട് പറയാനുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്. പക്ഷെ നമ്മ ഇത്ര പോവാണ്ട് കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിൽക്കുമ്പോൾ ഒരു ബക്കറ്റൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ ആര്യം കാലുകൊണ്ട് തട്ടി തെറിപ്പിച്ച് ആര്യം തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് നമ്മുടെ ആകാശ് കടയിലെ സാധനങ്ങളൊക്കെ കൊണ്ടുകൊടുത്തിട്ട് പൈസ കളക്ഷൻ വാങ്ങി വരുന്ന സമയത്ത് അലോക് കൂട്ടുകാരന്മാരായിട്ട് സംസാരിക്കുന്നത് ആകാശ് കേൾക്കാൻ ഇടയാവുന്നുണ്ട്. ആര്യനെ ഇന്ന് രാത്രി തന്നെ തീർക്കണം, ഞങ്ങളെ വീട്ടിലെ പെണ്ണിനെ ബലമായി പിടിച്ചു വലിച്ചുകൊണ്ട് പോയി കല്യാണം കഴിച്ച അവനെ എന്തായാലും ജീവനോടെ വെക്കരുത്, നാളെ നേരം വെളുക്കുമ്പോൾ ആ ദേവമംഗലത്ത് നിന്ന് ഒരു കൂട്ടം നിലവിളി ഉയരണം, അത് നിർബന്ധമാണെന്ന് പറഞ്ഞ് കൊട്ടേഷൻ കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ കേൾക്കണം. അങ്ങനെ ആകാശിന് പേടിയാവുന്നുണ്ട്. ആകാശ് വേഗം ആര്യൻ്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ആര്യൻ്റെ ഫോൺ കിട്ടണില്ല. പിന്നീട് അമ്മയുടെ ഫോണിലേക്ക് വിളിക്കും. അമ്മ പറയും അവനിവിടെ ഉണ്ടായിരുന്നു ഇത്രയും നേരം, പക്ഷെ ഇപ്പം അവൻ പുറത്തേക്ക് പോയല്ലോ മോനെ, എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയും. അങ്ങനെ ഒരു നിവർത്തിയില്ലാണ്ടായപ്പോൾ ചേട്ടനെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ചേട്ടനും അനിയനും കൂടെ അങ്ങനെ ഒരു രോഗം മുഴുവൻ അന്വേഷിച്ച് നടന്ന് അങ്ങനെ നമ്മുടെ ആലോകിൻ്റെ കൂട്ടുകാരന്മാരുടെ കയ്യിൽ എത്തുന്നേക്കാൾ മുന്നേ തന്നെ അനിയൻ്റെ ജീവൻ ചേട്ടന്മാർ രണ്ടുപേരും കൂടെ രക്ഷിച്ചു കൊണ്ടുപോകും. ഇതൊന്നും ഈ സംഭവിച്ച കാര്യങ്ങളൊന്നും മറ്റുള്ളവർ ആരും അറിയുന്നൊന്നും ഉണ്ടാവുന്നില്ല. അതിനുശേഷം പിന്നീട് മിത്ര റൂമിൽ ഇരുന്നായിട്ട് ഒരുപാട് ഇങ്ങനെ കരയിലിരുന്നിട്ട് ആ സമയത്ത് നമ്മുടെ മീനാക്ഷി വന്ന് മീനാക്ഷി വിളിച്ചുകൊണ്ട് പോയിട്ട് മീനാക്ഷി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ കരയുന്നേ, സംഭവിച്ചതൊക്കെ സംഭവിച്ചു, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആര്യൻ എന്നെ വഴക്ക് പറഞ്ഞു പറഞ്ഞപ്പോൾ എന്തിനെന്ന് ചോദിക്കും. ഇങ്ങനെ ആര്യൻ എനിക്ക് വേണ്ടിയല്ല അത്രയും വലിയ തെറ്റ് ഏറ്റെടുത്തത്, ഞാൻ ആ സ്വർണത്തിൻ്റെ കാര്യം മാമനോട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഒരാൾ പറഞ്ഞു എൻ്റെ മേലെ കൂടെ വേറൊരാൾ പറഞ്ഞാലും മാമൻ അത് വിശ്വസിക്കാൻ പോകില്ല, ആര്യം പറഞ്ഞത് അപ്പോൾ വിശ്വസിക്കുള്ളൂ, ആര്യനെ അടുത്ത് ചിലവാക്കി എന്ന് പറഞ്ഞില്ല, ഇനിയിപ്പോൾ നീ വേറെ നോണ പറഞ്ഞിട്ട് എന്താ കാര്യം, അല്ലെ നേര് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അമ്മയും വന്ന് പറയുന്നുണ്ട് അതെ എൻ്റെ മോൻ ഇത്രയും വലിയ ഒരു കാര്യം ഏറ്റെടുത്തത് എനിക്ക് വേണ്ടിയിട്ടാണ്, ആ നന്ദി നീ അവനോട് എപ്പോഴും കാണിക്കണം എന്ന് പറയുമ്പോൾ മിത്ര ഇങ്ങനെ കുമ്പിട്ട് നിന്ന് കരഞ്ഞു നിൽക്കുന്നൊരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട്. പിന്നീട് അനുശ്രീ മിത്രയുടെ അടുത്ത് ചെന്നിട്ട് മിത്രനെ എന്ത് വിളിക്കണം എന്നൊക്കെ ചോദിക്കുന്നത്. ചേച്ചി എന്നാണോ വിളിക്കേണ്ടത്, പേരാണോ വിളിക്കേണ്ടത്, നമ്മൾ 2-3 മാസത്തിന് വ്യത്യാസമുള്ളൂ, നിങ്ങൾ ഇത്രയും ശത്രുക്കളായിട്ട് നിങ്ങളെങ്ങനെ പ്രണയിച്ചേ, നിങ്ങളെങ്ങനെ അടുത്തത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ പിന്നാലെ കൂടുന്നുണ്ട്. അപ്പോൾ മിത്രയ്ക്ക് എന്ന് വെച്ചാൽ പറയാൻ വാക്കുകളൊന്നും ഇല്ല. അപ്പോഴത്തേനും മിത്ര എന്തെങ്കിലും പറഞ്ഞു പോകുമെന്ന് പേടിച്ച്
മീനാക്ഷി നമ്മുടെ അനുവിനെ വിളിച്ച് മുറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.